ഇടത് ഭാഗത്ത് മുസ്ലിം ലീഗുണ്ട്, വലതു ഭാഗത്ത് മുസ്ലിമിന്റെ മറ്റൊരു കഷ്ണം. ഇടത് ഭാഗത്ത് കേരള കോൺഗ്രസുകളുണ്ട്, വലതു ഭാഗത്തും കേരള കോൺഗ്രസുകളുണ്ട്. ഇടത് ഭാഗത്ത് കോൺഗ്രസ് ഉണ്ട്, വലതു ഭാഗത്തും കോൺഗ്രസ് ഉണ്ട്. ഇടത് ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, വലതു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. ഇടത് ഭാഗത്ത് രാജ്യദ്രോഹികളുണ്ട്, വലതു ഭാഗത്ത് രാജ്യദ്രോഹികളുണ്ട്. അങ്ങനെ രാജ്യദ്രോഹികളെയും വർഗീയ ശക്തികളെയും രണ്ടായിട്ട് പകുത്തെടുത്ത് കഴിഞ്ഞ 6 ദശാബ്ദക്കാലമായിട്ട് കേരളത്തെ അധപതനത്തിന്റെ അഗാധമാർന്ന ഗർത്തത്തിലേക്ക് ദൈനംദിനം നിബന്ധിപ്പിച്ചുകൊണ്ടിരുന്ന മുന്നണി രാഷ്ട്രീയത്തിന് അന്ത്യകൂദാശ ചെയ്യാൻ വേണ്ടിയുള്ള കേരള ജനതയുടെ ഹിതമായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് എന്ന് ഈ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകർ ഇന്ന് എഴുതി തുടങ്ങിയിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം അതാണ്. കാലാകാലങ്ങളായിട്ട് കേരളത്തെ ഗ്രസിച്ചിരുന്ന ഇടത് രോഗത്തിനും വലത് രോഗത്തിനും അവസാനം കുറിച്ചുകൊണ്ട് നേരിന്റെ പാതയിൽ, നേരിന്റെ വീക്ഷണത്തിൽ, നേരിന്റെ നിരീക്ഷണത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാങ്കിത ഹരിതകാവി പതാകയെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന കേരള ജനതയുടെ ആഹ്വാനമാണ് 20% വോട്ട് കിട്ടിയതിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആർജിക്കാൻ സാധിച്ചത്. ഇന്ത്യയിൽ 20% വോട്ട് നേടിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുഴുവൻ BJP അധികാരത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ നേരത്തെ ശ്രീ സോമൻജി സൂചിപ്പിച്ചതുപോലെ 2025-ലും 2026-ലും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകളായിട്ട് മാറുമെന്നുള്ള സാഹചര്യത്തെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഭയക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് ചർച്ചകളും ചിന്തകളുമൊക്കെ. ആ ചിന്തകളും ചർച്ചകളുമൊക്കെ ഇന്ന് ഏതൊക്കെ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരായിട്ടും വലതുപക്ഷത്തിനെതിരായിട്ടുമുള്ള ഒരു വിധിയെഴുത്ത് ഈ കേരളത്തിലുണ്ടായത്? ഇത്രയും കാലം കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് ബദൽ വലതുപക്ഷവും, വലതുപക്ഷത്തിന് ബദൽ ഇടതുപക്ഷവുമായിരുന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഭരിച്ചു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസം പാഴാണ് എന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ് പാഴാണ് എന്ന് തോന്നുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ 5 വർഷത്തിലൊരിക്കൽ ഇടതും, പിന്നൊരു 5 വർഷം വലതും, അത് കഴിഞ്ഞൊരു 5 വർഷം ഇടതുമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിന് അവസാനം കുറിച്ചുകൊണ്ടുള്ള ചില സാഹചര്യങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഇടതുപക്ഷത്തിന് ബദൽ വലതുപക്ഷമല്ല, വലതുപക്ഷത്തിന് ബദൽ ഇടതുപക്ഷമല്ല, 2 പക്ഷത്തിനും ബദൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA പക്ഷമാണ് എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ 2024 തെരഞ്ഞെടുപ്പ്. 2 പക്ഷത്തിനും ബദൽ BJP ആണ്, NDA ആണ്. ആ രീതിയിലേക്കുള്ള മുന്നേറ്റം കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല. 30 വർഷത്തിലേറെയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയായിരുന്ന പശ്ചിമ ബംഗാളിൽ 30 വർഷവും പ്രതിപക്ഷ സ്ഥാനത്തിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ഇന്ന് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്തമായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് മുക്തമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ അവിടെ ഭരണപക്ഷത്തിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസും ഒരേപോലെ അധപ്പതിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമായിരുന്നു പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയം. 25 വർഷം, ഒരു നൂറ്റാണ്ട് കാലം ത്രിപുര ഭരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിന് അവസാനം കുറിച്ചത് 2 വർഷം നീണ്ട പോരാട്ടത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കൊത്തവങ്ങളെ മുഴുവൻ തന്നെ തച്ചുടച്ച് തകർത്ത് തരിപ്പണമാക്കി ഒരു പൊടി പോലുമില്ല ശേഷിപ്പ് എന്ന അവസ്ഥയിലേക്ക് കമ്മ്യൂണിസത്തെ കൊണ്ടുചെന്നെത്തിച്ചു. ഇന്ന് കഴിഞ്ഞ 7 വർഷമായിട്ട് ത്രിപുരയുടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പാറി പറക്കുന്നത് താമരയാങ്കിത ഹരിതകാവി പതാകയാണ്. 25 വർഷത്തെ കമ്മ്യൂണിസത്തെ അവിടെ അധപ്പതിപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ അധപ്പതിച്ചതാണ് 25 വർഷത്തെ കോൺഗ്രസ് പ്രതിപക്ഷവും. ത്രിപുരയിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒരുമിച്ചാണ് നശിപ്പിച്ചത്. അതേ സാഹചര്യങ്ങളും അതേ ചുവരെഴുത്തുമാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും എന്ന് പറയുന്നത് ഒരേ കള്ള നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഈ കള്ളനാണയത്തിന്റെ 2 വശങ്ങളുടെ ഒരു രൂപം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 2ലും വർഗീയവാദികളുണ്ട്, 2ലും രാജ്യദ്രോഹികളുണ്ട്, 2ലും കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, 2ലും കോൺഗ്രസ് ഉണ്ട്, സർവ്വതുമുണ്ട്. ഇവർ 2 പേരും ചേർന്ന് അധികാരം ഇങ്ങനെ വീതിച്ചെടുത്തിട്ട് നീ ഭരിക്കുമ്പോൾ നീ വെട്ടിത്തിന്നോ, ഞാൻ ഭരിക്കുമ്പോൾ ഞാൻ വെട്ടിത്തിന്നാം, നീ ഭരിക്കുമ്പോൾ ഞാൻ സമരം ചെയ്യും. അത് ജനങ്ങളെ
പറ്റിക്കാനാണ്, ഞാൻ ഭരിക്കുമ്പോൾ നീയും സമരം ചെയ്തോ, നമുക്കിങ്ങനെ ജനങ്ങളെ പറ്റിച്ച് പരസ്പരം വെട്ടിത്തിന്ന് മുന്നോട്ട് പോകാം, എന്നിട്ട് ഇന്ത്യയിൽ മുഴുവൻ നമ്മൾ ഒറ്റ മുന്നണിയായിട്ട് നിൽക്കും, എന്നിട്ട് ഈ കേരളത്തിലെ വെട്ടി കുഷ്മാണ്ഡങ്ങളായിട്ടുള്ള ആൾക്കാരോടുമായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയാണ്, പോരാടുകയാണ്, ഞങ്ങൾ ഇടത്താണ് വലത്താണ്, ഞങ്ങൾ ഇങ്ങനെ തീവ്രമായിട്ടുള്ള ദാർശനിക സംഘർഷത്തിൽ ഇങ്ങനെ അഭിരമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രബുദ്ധ കേരളത്തെ വിഡ്ഢിയാക്കുന്ന ഒരു വർഗമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്ന് തിരിച്ചറിയാൻ ത്രിപുരയിലെ ജനതയെടുത്ത സമയത്തെക്കാൾ കൂടുതൽ സമയം കേരളത്തിലെ ജനത എടുത്തു. 62% വരുന്ന ആദിവാസി ജനവിഭാഗങ്ങൾ നിരക്ഷര കക്ഷികളായിട്ടുള്ള ത്രിപുരയിലെ ജനത എടുത്തതിനേക്കാൾ എത്രയോ വർഷം കൂടുതൽ കേരളം എടുത്തുകൊണ്ടിരിക്കുന്നു. ബംഗാൾ അരവിന്ദ ഘോഷിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും ഒക്കെ നാടായിട്ടുള്ള ബംഗാളിൽ അവിടുത്തെ കമ്മ്യൂണിസത്തിന്റെ വ്യാജ പോരാട്ടങ്ങൾ തിരിച്ചറിയാനും അധികാരത്തിന്റെ അഹന്ത തിരിച്ചറിയാനും അവിടുത്തെ ജനത എടുത്ത വർഷങ്ങളെക്കാൾ കൂടുതൽ വർഷം കേരളത്തിൽ എടുത്തിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് ഒരു അമ്മൂമ്മ പ്രസ്ഥാനമായിരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇനി ഒരു വസന്തമില്ല എന്നും ഇനി ഒരു ആയുസില്ല എന്നും മനസ്സിലാക്കാൻ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലെയും പ്രബുദ്ധ ജനതയ്ക്ക് സാധിച്ചപ്പോൾ അവരോടൊപ്പം എത്താൻ കേരളത്തിന് സാധിച്ചിട്ടില്ല എന്ന ഒരു ദുരന്തം നമ്മൾ നേരിടുകയാണ്. ഈ ദുരന്തത്തിനൊക്കെ പരിഹാരങ്ങളിലേക്ക്, ഈ ദുരന്തത്തിന് മുഴുവൻ തന്നെ ശമനം വരുന്ന രീതിയിൽ ഈ ദുരന്തങ്ങൾക്കിടെ പര്യവസാനം ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. കേവലം നമ്മൾ അഭിനന്ദിക്കുന്നത് പാർട്ടിക്ക് കിട്ടിയ വോട്ട് നേടിത്തന്ന പ്രവർത്തകരെയോ ജനങ്ങളെയോ മാത്രമല്ല. നമ്മൾ അഭിനന്ദിക്കുന്നത് ഒരുപാട് ഘടകങ്ങളെയാണ്. ഒന്ന്, ഈ കേരളത്തിൽ ഇടതിന് ബദൽ വലതെന്നും വലതിന് ബദൽ ഇടതെന്നും കുറിച്ചു വച്ച ചരിത്രത്തെ ഭിക്ഷിച്ച് ദൂരേക്ക് വെച്ചിട്ട് ഇടതിനും വലതിനും ബദൽ BJP ആണ് എന്ന് എഴുതിയ ചരിത്രത്തിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. ആ ചരിത്രത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. 60 വർഷം നീണ്ട ഇടത് വലത് കോമരങ്ങളുടെ ഈ ആട്ടം കാണാൻ ഇനി നിന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേരള പ്രബുദ്ധതയെ നമ്മൾ അഭിനന്ദിക്കുന്നു. നരേന്ദ്രമോദി രാജ്യത്ത് മുഴുവൻ തന്നെ നടപ്പാക്കിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള വികസനോന്മുഖമായിട്ടുള്ള രാഷ്ട്രീയം, രാജ്യത്തെ വികസനത്തിന്റെ പന്ഥാവിൽ ബഹുദൂരം മുന്നിലേക്ക് കൊണ്ടുപോയ ഒരു രാഷ്ട്രീയമുണ്ട്. ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ഇന്ത്യക്ക് മുകളിൽ 4 രാജ്യങ്ങളെ ലോകത്തുള്ളൂ. ഒന്ന് ജർമ്മനിയും, മറ്റൊന്ന് ജപ്പാനും, ചൈനയും, അമേരിക്കയും. ഈ 4 രാജ്യങ്ങൾ കടന്നാൽ 5ാമത്തെ രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ നിൽക്കുന്നു. വരുന്ന 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. 3ാമത്തെ സാമ്പത്തിക ശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് മുന്നിലുള്ളത് ചൈനയും അമേരിക്കയും മാത്രമാണ്. അവിടെയും ചൈനയും അമേരിക്കയും ചില മേഖലകളിൽ കടത്തിവെട്ടാൻ പറ്റുന്ന കരുത്ത് ഇന്ത്യക്കുണ്ട്. ആ കരുത്തിനെയാണ് നരേന്ദ്രമോദി ഉയർത്തിപ്പിടിക്കുന്നത്. 2047 സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്തെ ഒരു വികസിത രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന അത്യുജ്വലമാർന്ന സ്വപ്നത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ ഈ കേരളത്തിലെ ജനത തയ്യാറായിരിക്കുന്നു എന്നതിന്റെ ഉജ്ജ്വലമാർന്ന സന്ദേശമാണ് BJPക്ക് കിട്ടിയ 20% വോട്ട്. ഈ രാജ്യത്തിന്റെ പൊതുധാരയ്ക്കനുസരിച്ച്, ഈ രാജ്യത്തിന്റെ സഹേതരമാർന്ന സംസ്കൃതിക്കനുസരിച്ച്, ഈ രാജ്യത്തിന്റെ നൈതികമായ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിനനുസരിച്ച്, ഈ രാജ്യത്തിന്റെ ദേശാഭിമാന പൂരിതമാർന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ കേരളത്തിലെ മലയാളികൾക്ക് നിൽക്കാൻ സാധിക്കുമെന്നുള്ള പ്രഖ്യാപനം, ആ പ്രഖ്യാപനം കൂടിയാണ് BJPക്ക് കിട്ടിയ വോട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കട്ടിംഗ് സൗത്ത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ലഭിക്കാൻ ഇവിടുത്തെ മതതീവ്രവാദികളുടെ പാദസേവകന്മാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ഒരുപെട്ട് വരുമ്പോൾ, അവർക്ക് ചില മാധ്യമങ്ങൾ ചൂട്ടുപിടിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതികരണവും കൂടിയാണ് ബ്രിഡ്ജിംഗ് സൗത്ത്, നമ്മുടെ ഈ സൗത്തിനെ ഒരുമിച്ച് ചേർക്കൽ എന്ന വലിയ സന്ദേശവുമായിട്ട് മുന്നോട്ട് വന്ന BJPയുടെ നയം. ആ BJPയുടെ നയത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിച്ചത്, ഇത് കേവലം അഭിനന്ദനം നമ്മുടെ പ്രവർത്തകർ, ബൂത്തുകളിൽ പ്രവർത്തിച്ച പ്രവർത്തകരുടെ പരിശ്രമത്തിന് മാത്രമല്ല, അതിലുപരി കേരളത്തിൽ രൂപാന്തരപ്പെട്ടു വരുന്ന രാഷ്ട്രീയ മാറ്റം, നമുക്ക് അനുകൂലമായിട്ട് രൂപാന്തരപ്പെട്ടു വരുന്ന രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഒരു അഭിനന്ദന സമ്മേളനവും കൂടിയാണ്
നമ്മൾ ഇന്ന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഓരോ അസംബ്ലികളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ തലമുറയിൽപ്പെട്ട പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ്. പല പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, നമ്മൾ ഇന്നലകളിൽ ബ്രിട്ടീഷുകാരൻ 1947 ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഈ രാജ്യത്തെ 3ാം ലോക രാജ്യമായിട്ട് പ്രഖ്യാപിച്ച് ദരിദ്രനും വനവാസിയും അതോടൊപ്പം തന്നെ ആദിവാസിയും വിദ്യാഭ്യാസമില്ലാത്തവനും പ്രാകൃത യുഗത്തിൽ ജീവിക്കുന്നവനും ഒക്കെയായിട്ട് വ്യാഖ്യാനിച്ച് ഏറ്റവും അധപ്പതിച്ച ഒരു സമൂഹമായിട്ട് ലോകം മുഴുവൻ തന്നെ ചിത്രീകരിച്ചിട്ടാണ് ബ്രിട്ടീഷുകാരൻ ഈ നാട് വിട്ടുപോകുന്നത്. കഴിഞ്ഞ 65-70 വർഷക്കാലമായിട്ട് ഞാൻ പഠിച്ചതും നമ്മൾ പഠിപ്പിച്ചതും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നതുമൊക്കെ ഇന്ത്യ ഇങ്ങനെയൊക്കെയായിരുന്നു എന്നാണ്. ഇന്ത്യ പ്രാകൃതമായിരുന്നു, വികൃതമായിരുന്നു, നിരക്ഷരയായിരുന്നു, കുഗ്രാമങ്ങളായിരുന്നു, കുടിലുകളായിരുന്നു, അക്ഷരാഭ്യാസമില്ലാത്തവനായിരുന്നു, താളവടി യുഗത്തിൽ ജീവിച്ചവനായിരുന്നു. ഇവിടെ സംസ്കാരം വന്നത് ബ്രിട്ടൻ വന്നപ്പോഴാണ്. ഇവിടെ വിവേകം വന്നത് അറബികൾ വന്നപ്പോഴാണ്. ഇവിടെ പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ബോധതലമൊക്കെ ഉദിച്ചത് എന്നൊക്കെയുള്ള ആഖ്യാനങ്ങൾ വായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയ ഇങ്ങനെ ഈ അടിമത്വത്തിന്റെ നുകം തലച്ചോറുകളിൽ കയറി ജീവിച്ച ഒരു ജനതയാണ് നമ്മൾ. ആ ജനതയുടെ മുന്നിലാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷം പറയുന്നത് ഈ രാജ്യം 3ാം ലോക രാജ്യമല്ല, ഈ രാജ്യം 1ാം ലോക രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ്. ഈ രാജ്യം പിന്നാക്കമായിട്ടുള്ള രാജ്യമല്ല. ഈ രാജ്യത്തിന് ലോകത്തിൽ 5ാമത്തെ ശക്തിയാകാൻ സാധിക്കും. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സൈനികമായിട്ട് ലോകത്തിൽ 4ാമത്തെ ശക്തിയാകാൻ സാധിക്കും ഇന്ത്യക്ക്. അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ നേട്ടങ്ങളുടെ ഒക്കെ തലങ്ങളിൽ പലപ്പോഴും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യക്ക് മാറാൻ സാധിക്കും. ഈ രാജ്യത്തിന് അമൂല്യമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, സനാതനമാർന്ന 5000 വർഷത്തിനപ്പുറത്ത് വനാന്തരങ്ങളിൽ ധ്യാനനിമഗ്നരായിരുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ ഉരുവിട്ട് അതിലൂടെ പകർന്നു വന്ന നാഭീനാള ബന്ധത്തിലൂടെ പകർന്ന് തലമുറ സന്നിവേശിച്ച് മുന്നോട്ട് പോയ ഒരു അചഞ്ചലമാർന്ന അനസ്യൂതമാർന്ന സാംസ്കാരിക പൈതൃകം നമ്മളുടേതാണ്. അതുപോലെ തന്നെയാണ് ഈ രാജ്യത്തിന് അമൂല്യമായിട്ടുള്ളത് ഈ രാജ്യത്തിന്റെ വിജ്ഞാന മേഖലയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന് അമൂല്യമായിട്ടുള്ളത് ഈ രാജ്യത്തിന് യുവത്വമാണ്. ഈ രാജ്യത്തിന് 50% വരുന്ന പൗരന്മാർ 25 വയസ്സിന് താഴെയുള്ളവരാണ്. ലോകത്തെ യുവത്വമുള്ള രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തിലെ 65% വരുന്ന ജനങ്ങൾ 38 വയസ്സിന് താഴെയുള്ളവരാണ്. ഈ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുവതയുടെ രാജ്യമാണ്, യുവാവിന്റെ രാജ്യമാണ്. ഇന്ത്യ യുവാവാണ്, യുവതിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം മറ്റു ലോക രാജ്യങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറയുന്നത് അമൃതകാൽ പദ്ധതി. ഇന്നത്തെ യുവാക്കൾക്ക് 50 വയസ്സാകുമ്പോൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വയസ്സാകുമ്പോൾ ഈ രാജ്യം എവിടെ എത്തുമെന്നതിനെ സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടുള്ള പദ്ധതി മുന്നോട്ട് വെക്കാൻ നരേന്ദ്രമോദി പ്രേരിതനായത് സനാതനമായ സംസ്കൃതിയും അനുഭൂതിദായകമായിട്ടുള്ള യുവത്വത്തിന്റെ കരുത്തും ഒരുമിച്ച് ചേർന്ന് രാജ്യത്തിനെ സാമ്പത്തികമായും ശാസ്ത്രീയമായും സർവ്വ മേഖലകളിലും മുന്നോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശ സംഹിതയുടെ ഒരു അനിഷേധ്യമാർന്ന യാഥാർത്ഥ്യീകരണത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അമൃതകാൽ പദ്ധതിയെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് വികസിത ഇന്ത്യയെ കുറിച്ച് നമ്മൾ സ്വപ്നം കാണുന്നത്. ആ രീതിയിൽ സ്വപ്നം കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ മുന്നോട്ട് പോക്കിനിടയിൽ ഈ കേരളത്തിൽ നമ്മളെ നേരിടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഇന്നലത്തെ ഇന്ത്യയെ കണ്ടു, പിന്നോക്കമായിരിക്കുന്ന ഇന്ത്യ. വീടുകളിൽ പാചകവാതക സിലിണ്ടർ ഇല്ലാതിരുന്ന ഇന്ത്യയെ നമുക്കറിയാം. വീടുകളിൽ ടെലിഫോൺ എത്താത്ത ഇന്ത്യയെ കുറിച്ച് നമുക്കറിയാം. വീടുകളിൽ കക്കൂസ് ഇല്ലാതിരുന്ന ഇന്ത്യയെ കുറിച്ച് നമുക്കറിയാം. കേറി കിടക്കാൻ വീടില്ലാത്ത കോടാനുകോടി ജനത ഓടകളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും കിടന്നുറങ്ങുന്ന ഇന്ത്യയെ കുറിച്ച് നമുക്കറിയാം. വീടുകളിൽ ഇലക്ട്രിസിറ്റി എത്തിയിട്ടില്ലാത്ത ഇന്ത്യയെ കുറിച്ച് അറിയാം. ഒരു പൗരനും ഇൻഷുറൻസ് പദ്ധതി സൗജന്യമായിട്ട് ആരോഗ്യ ഇൻഷുറൻസ് പോലെയുള്ള പദ്ധതികൾ ഇല്ലാതിരുന്ന ഇന്ത്യയെ കുറിച്ച് അറിയാം. കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതിയും ആവിർഭവിക്കാത്ത ഇന്ത്യയെ കുറിച്ച് അറിയാം. സാമ്പത്തികമായിട്ട് ലോകത്തെ ഏറ്റവും പിന്നോക്കമായിട്ട് കിടന്ന ഇന്ത്യയെ കുറിച്ചും ഞാൻ
അതേ എനിക്കും നിങ്ങൾക്കും തന്നെ ഇന്ന് ഇന്ത്യ മാറുന്ന ഇന്ത്യയെ കുറിച്ച് അറിയാം. ലോകത്തിലെ വൻ ശക്തിയാകുന്ന ഇന്ത്യ, എല്ലാ വീടുകളിലും പാചകവാതക സിലിണ്ടർ എത്തിച്ച ഇന്ത്യ, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിച്ച ഇന്ത്യ, എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി എത്തിച്ച ഇന്ത്യ, എല്ലാ കർഷകർക്കും ഇൻഷുറൻസ് പദ്ധതികൾ, സൗജന്യ പദ്ധതികൾ നൽകിയ ഇന്ത്യ, എല്ലാ പാവപ്പെട്ടവരും സൗജന്യ ഇൻഷുറൻസ് പദ്ധതി നൽകിയ ഇന്ത്യ. അങ്ങനെ ക്ഷേമ രാജ്യത്തിന്റെ മറ്റൊരു മുഖം എനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ദാരിദ്ര്യവും ഉന്നതിയും ഒരുപോലെ കാണാൻ സാധിച്ച പൗരന്മാരാണ് നമ്മൾ. അതുപോലെ BJP പ്രവർത്തകർ എന്ന നിലയിൽ 1980-കൾക്കും 1950-കളിൽ വന്നേ നമ്മുടെ പണ്ഡിറ്റ് ദീനദയാൽജിയും അതോടൊപ്പം തന്നെ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച ജനസംഘത്തിലൂടെ തുടങ്ങി നമ്മളുടെ രാജനൈതികമാർന്ന ചരിത്ര യാത്രയുടെ പിന്നിട്ട ദശാബ്ദങ്ങളിൽ നമുക്ക് ഈ രാജ്യത്ത് ഒട്ടനവധി ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ അധിക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സംഘടനാ പ്രവർത്തനം അഭിമാനത്തോടെ ഏറ്റെടുത്തത് സുഖലോലുപതയുടെയോ അല്ലെങ്കിൽ പൂവിരിച്ച മെത്തകളിലൂടെ കടന്നു വന്നോ ആയിരുന്നില്ല. കഷ്ടതയും യാതനയും ദുഃഖവും ദുരിതവും പേർന്ന അങ്ങേയറ്റത്തെ ദരിദ്ര ജീവിതത്തിലൂടെ അതേ സമയത്ത് സ്വന്തം ആദർശത്തെ ഹൃദയത്തിൽ പൊന്നുപോലെ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന പ്രവർത്തകരുടെ മഹത്തായിട്ടുള്ള പൈതൃകത്തിന്റെ മൂലധനമാണ് നമ്മുടെ പ്രസ്ഥാനം ഇന്ന് നേടിയിരിക്കുന്ന സകല വിജയത്തിനും ആധാരമായിട്ടുള്ളത്. ആ മൂലധനമാണ്. ആ മൂലധനത്തിലൂടെ കടന്നു വന്ന പാർട്ടി പ്രവർത്തകർക്ക് ഇന്നലകളിൽ അവഗണനയും അവജ്ഞയുമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ ആ പാർട്ടി പ്രവർത്തകർക്ക് ഇന്ന് അംഗീകാരവും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ആ ഉയർച്ചയും കാണുവാൻ സാധിക്കുന്നു. അവജ്ഞയും അവഗണനയും കണ്ടവർക്ക് ഇന്ന് അംഗീകാരവും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ തലമുറയ്ക്കുണ്ടായ മറ്റൊരു ഭാഗ്യം. ഈ രീതിയിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ. സംഘടനാ തലത്തിൽ നമ്മൾ പ്രവർത്തിച്ചു. നമ്മളുടെ പ്രസ്ഥാനത്തെ നമ്മൾ പടുത്തുയർത്തി. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനമാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടി അങ്ങനെ ആക്കി മാറ്റിയവരാണ് ഞാനും നിങ്ങളുമാണ്. എനിക്കും നിങ്ങൾക്കും മുമ്പേ പാർട്ടിക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവാഹുതി ചെയ്തവരും ഉൾപ്പെടെയുള്ളവർ ആ പാർട്ടി അങ്ങനെ വളർത്തി. അതും നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ അഭിനന്ദന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ അഭിമാനികളായിട്ട് മാറുന്നത്. നമ്മൾക്ക് ഭാഗ്യവാന്മാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരായിട്ട് മാറുന്നത് ഈ ഘടകങ്ങൾ വെച്ചിട്ടാണ്. ഈ ഘടകങ്ങൾ ഉയർത്തി പറയുമ്പോൾ അഭിമാനമാണ് നമുക്ക് തോന്നേണ്ടത്, അഹങ്കാരമല്ല. ഈ ഘടകങ്ങൾ കേൾക്കുന്ന സമയത്ത് അഭിമാനമാണ് നമ്മളുടെ മനസ്സിൽ ഉയരേണ്ടത്. അഭിമാനം എന്ന് പറയുന്നത് അഹങ്കാരത്തിലേക്ക് വഴിമാറാൻ പാടില്ല. കാരണം ഇനിയും ഈ രാജ്യത്ത് ഏറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ രാജ്യത്തിന്റെ സർവ്വ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തിനെ സമ്പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ. ആ ലക്ഷ്യത്തിലേക്ക് ഇനിയും എത്രയോ കാലങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം തുടങ്ങിയിട്ട് 10 വർഷമായിട്ടുള്ളൂ. വീണ്ടും ഒരു 5 വർഷത്തേക്ക് നമുക്ക് അധികാരം കിട്ടിയിരിക്കുന്നു. ഇതൊരു 5 വർഷമോ 10 വർഷമോ കൊണ്ട് അവസാനിക്കേണ്ടതല്ല. 2014 തുടങ്ങി 2019 2019 തുടങ്ങി 2024 2024 തുടങ്ങിയത് 2029 34 39 44 ഒന്നും അവസാനിക്കേണ്ട ഭരണമല്ല ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് നയിക്കുന്ന ഭരണം. ഈ ഭരണം അനുസ്യൂതമായിട്ട് തുടരണം. ഈ ഭരണമാണ് മുന്നോട്ട് പോയിട്ട് രാജ്യത്തെ ലോകത്തിലെ വൻ ശക്തിയാക്കി മാറ്റേണ്ടത്, ഡെവലപ്ഡ് നാഷനാക്കി മാറ്റേണ്ടത് ഈ ഭരണമാണ്. അതുകൊണ്ട് നമുക്ക് ഇനിയും ഏറെക്കാലം ഏതൊരു വിധത്തിലുള്ള ചഞ്ചലതയുമില്ലാതെ അപക്വതയില്ലാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത്, ആത്മാവിന്റെ കരുത്ത്, സംഘടനയുടെ കരുത്ത്, വ്യക്തിപരമായിട്ടുള്ള ശുദ്ധി അത് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള നമ്മൾ ഈ അഭിമാന നിമിഷത്തിൽ ആർജിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. ആ വലിയ നേട്ടങ്ങളുടെ പ്രയാണത്തിന് ആരംഭം കുറിച്ചു എന്ന് മാത്രമേ നമ്മൾ ഇതിനെ കണക്കാക്കാവൂ. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇന്ന് BJPക്ക് 20% വോട്ട് കിട്ടിയതിനെ തുടർന്ന് വലിയ ചർച്ചകളാണ്. ആരാണ് വോട്ട് ചെയ്യുന്നത്, എവിടെയാണ് വോട്ട് ചോർന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊത്തളങ്ങളിൽ മുഴുവൻ തന്നെ വോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. വയനാടിന്റെയും പുന്നപ്രയുടെയും മണ്ണിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് എന്നതാണ് വസ്തുത. വയനാടിന്റെയും പുന്നപ്രയുടെയും മണ്ണിൽ പിണറായി
സ്വന്തം ബൂത്തിൽ BJPക്ക് 120 വോട്ടാണ് അധികമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്തം നൽകി, ജീവൻ നൽകി, ചെങ്കൊടിക്ക് ചെഞ്ചോര നൽകിയ പാവപ്പെട്ട പ്രവർത്തകർ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന രീതിയിൽ ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രൂപം മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റം ചെറുതായിട്ട് ആരും കാണുന്നില്ല. BJPയും കാണുന്നില്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കാണുന്നില്ല. അതുകൊണ്ട് പഠിക്കുകയാണ്, എവിടെയാണ് പോയത്, എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പഠിക്കുകയാണ്, തിരുത്തുകയാണ്. തിരുത്താൻ സാധിക്കുമായിരുന്നുവെങ്കിൽ 1917 ബോൾഷെവിക് വിപ്ലവത്തിലൂടെ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്ത് എവിടെയെങ്കിലും ഒരു ചെങ്കൊടി പാറിപ്പിക്കാൻ ഈ 100 വർഷം കൊണ്ട് സാധിക്കുമായിരുന്നില്ലേ? തിരുത്താൻ സാധിക്കാത്തത് നശിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല. അവർ തിരുത്തണമെങ്കിൽ കമ്മ്യൂണിസത്തെ തിരുത്തണം. കമ്മ്യൂണിസത്തെ തിരുത്തി ഭാരതീയ ജനതാ പാർട്ടിയാണ് ശരിയെന്ന് കണ്ടെത്തൽ നടത്തിയാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആത്യന്തികമായിട്ടുള്ള തിരുത്തുണ്ടാകൂ എന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുക. കാരണം ഇവിടുത്തെ അധസ്ഥിത ജനവിഭാഗങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഇന്ന് ജീവവായുവായിട്ടും പ്രതീക്ഷയായിട്ടും സ്വപ്നത്തിന്റെ സഫലീകരണമായിട്ടും മാറിയിരിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു കാലത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പറഞ്ഞിരുന്നു, ഞങ്ങൾ ഹിന്ദി മേഖലയിലെ ഹിന്ദിക്കാരന്മാരുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഉത്തരേന്ത്യൻ പാർട്ടിയാണെന്ന് പറഞ്ഞിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നോർത്ത് ഈസ്റ്റിലെ സകല ക്രിസ്ത്യൻ സ്റ്റേറ്റുകളും അതോടൊപ്പം തന്നെ ഈ സൗത്തിലെ 136 സീറ്റുകളിൽ 133 സീറ്റുകളും നേടിക്കൊണ്ട് സൗത്തിലെയും വെസ്റ്റിലെയും ഈസ്റ്റിലെയും ഒക്കെ പാർട്ടിയായിട്ട് മാറി കഴിഞ്ഞിരിക്കുന്നു. എന്നാലും ഉത്തരേന്ത്യൻ പാർട്ടിയാണ് BJP എന്ന് പറയാറില്ല. അത് കഴിഞ്ഞ് പറഞ്ഞത് ഊണുരുട്ട ബ്രാഹ്മണന്മാരുടെ വരേണ്യ വർഗത്തിന്റെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞു. അതും തിരുത്തേണ്ടി വന്നിരിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരുത്തേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നോക്കക്കാരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ പിന്നോക്ക MLA-മാരും MP-മാരുമുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ അജയ്യനായിട്ടുള്ള നേതാവ് ഗ്ലോബൽ ലീഡർ നരേന്ദ്ര ദാമോദർ മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. ദരിദ്ര ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്നു. പട്ടികജാതിക്കാരനായിട്ടുള്ള രാംനാഥ് കോവിന്ദ് എന്ന് പറയുന്ന വ്യക്തിത്വം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ട് വന്നു. ഞെട്ടിപ്പിച്ചു. ഇവിടത്തെ ഈ BJP എതിർക്കുന്നവരെ ഞെട്ടിപ്പിച്ചു. എന്തിനേറെ 1% വോട്ട് മാത്രമുള്ള ഗോത്രവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആ മഹതിയായിട്ടുള്ള സ്ത്രീ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്നു. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സാമൂഹ്യ സമര സഭയുടെ ഏറ്റവും ഉദാത്തമാർന്ന ലക്ഷണമായിട്ട് ഇന്ന് ലോകം മുഴുവൻ തന്നെ വാഴ്ത്തുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ നിമിഷമാണ്. കാരണം 1% വോട്ട് മാത്രമുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയെ ആ ജനാധിപത്യ രാജ്യത്തിന്റെ പരമാധികാരിയാക്കി മാറ്റുന്ന അത്യുജ്വലമാർന്ന ജനാധിപത്യത്തിന്റെ മഹിമയാണ് ദ്രൗപദി മുർമുവിലൂടെ ഈ ലോകം കണ്ടത്. അങ്ങനെ ദ്രൗപദി മുർമുവും അതോടൊപ്പം തന്നെ രാംനാഥ് കോവിന്ദും മാത്രമല്ല, ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA-മാർ MP-മാരുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിക വർഗ MP-മാർ MLA-മാരുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ മന്ത്രിമാരുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് സകലമാന ജനതയുടെയും പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതയുടെ പാർട്ടിയായി അക്ഷരാർത്ഥത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അക്ഷരാർത്ഥത്തിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞത് ഇത് ഹിന്ദു പാർട്ടിയാണ്. ന്യൂനപക്ഷങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ BJP അധികാരത്തിൽ വന്ന പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ സ്ഥാനമില്ല, മുസൽമാൻ ഈ നാട്ടിൽ സ്ഥാനമില്ല. എല്ലാം അടിയോടിക്കപ്പെടും. 7 വർഷത്തോളം അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിച്ചു. ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിക്കും ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു. ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിക്കും ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സകല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടി നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനും ജനാധിപത്യ രീതിയിൽ നമ്മൾ ഉത്തരം കൊടുത്തു. നമുക്കെതിരെ ഇന്നലകളിൽ എന്തൊക്കെ ആക്രമണങ്ങൾ ഓരോരുത്തരും നടത്തിയിരുന്നോ അതേ ആക്രമണങ്ങൾക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ ഉത്തരം നൽകി വിജയത്തിന്റെ ഗാഥ അത്യുജ്വലമായിട്ട്
ചുമന്ന് മുന്നോട്ട് പോകുന്ന അജയ്യമായ ശക്തിയായിട്ട് നമ്മുടെ പാർട്ടി മാറുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഈ സാഹചര്യങ്ങൾ നമുക്ക് സന്തോഷവും അഭിമാനവും അതോടൊപ്പം തന്നെ ഭാവിയെ സംബന്ധിച്ച് അത്യുജ്വലമാർന്ന പ്രതീക്ഷയും സ്വപ്നവും നൽകാൻ പോകുന്നതാണ്. ആ സമയത്ത് തന്നെ നമ്മളുടെ മുന്നിലുള്ള വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ അറിയാം. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ്. ആ കോളേജിലെ ഒരു കൂട്ടം കുട്ടികൾ അവിടുത്തെ പ്രിൻസിപ്പലിനെ ഘരാവോ ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കോളേജിൽ നിസ്കരിക്കാൻ ഒരു മുറി വേണം. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല. അത് ഈ കേരളത്തിൽ ഉയർന്നു വരുന്ന അപകടകരമായിട്ടുള്ള ചില സൂചികകളാണ് കാണിക്കുന്നത്. ഇന്ന് ഈ രാജ്യം സ്വതന്ത്രയാകുന്ന സമയത്ത് ഈ രാജ്യത്തെ രണ്ടായിട്ട് വെട്ടി വിഭജിക്കപ്പെട്ടു. ഇന്ന് മതേതരത്വത്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ നരേന്ദ്രമോദി മനുഷ്യനെ വിഭജിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസുകാരാണ് മതത്തിന്റെ പേരിൽ ഇന്ത്യയെ വിഭജിച്ചത് എന്ന ചരിത്രപരമായിട്ടുള്ള സത്യം നമ്മൾ ഉറക്കെ പറയണം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഈ രാജ്യത്തെ പാകിസ്ഥാനുമായിട്ട് വെട്ടി വിഭജിച്ചത് മതത്തിന്റെ പേരിലാണ്. മതവെറിയന്മാരുടെ പിടിയാളായിട്ട് മാറിയ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ സമീപനം എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ആ വിഭജിക്കപ്പെട്ട ഇന്ത്യ അതിനുശേഷം ഈ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങളും ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ സംഘർഷങ്ങളും നിരന്തരം നടന്നിരുന്നു. ലോകത്ത് അഹിംസ പഠിപ്പിച്ച ഇന്ത്യയിൽ ഹിംസ നടക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നു പിന്നിട്ട് 60-65 വർഷക്കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ പ്രശ്നങ്ങളിലെ ഏറ്റവും പ്രഭവ കേന്ദ്രമായിരുന്നു കാശ്മീർ. ആ കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം കാണാൻ കഴിഞ്ഞിരിക്കുന്നു. കാശ്മീരിൽ ഭീകരവാദം ശമിച്ചിരിക്കുന്നു. അങ്ങ് ഉത്തരാഖണ്ഡ് മുതൽ ഇങ്ങ് വയനാട് വരെയുള്ള മേഖലകളിൽ റെഡ് കോറിഡോർ എന്ന പേരിൽ നക്സലൈറ്റ് കോറിഡോർ ഉണ്ടായിരുന്നു. ആ കോറിഡോറുകൾ മുഴുവൻ തന്നെ ഒന്നുകിൽ നക്സലൈറ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങി, അല്ലെങ്കിൽ ജയിലുകൾക്കുള്ളിൽ അടക്കപ്പെട്ടു. ഈ രാജ്യത്ത് മുഴുവൻ തന്നെ കലാപം സൃഷ്ടിക്കാൻ പോകുന്ന രീതിയിൽ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടും അതുപോലെ തന്നെ മാവോയിസ്റ്റുകളും അതുപോലെ തന്നെ പുതുതായി രൂപാന്തരപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒക്കെ പരിശ്രമിച്ചപ്പോൾ അതിനെയൊക്കെ തന്നെ ഒതുക്കി അവസാനം കുറിപ്പിക്കുവാൻ കഴിഞ്ഞൊരു ഗവൺമെന്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ്. ആ സമയത്താണ് ഇന്ന് കാശ്മീരിനേക്കാൾ ഭീകരവാദികളുടെ പ്രഭവ കേന്ദ്രമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും താലോലിച്ചു വളർത്തുന്ന ഈ കേരളമായിട്ട് മാറുന്നു എന്നതാണ്. ആ ഭീകരവാദത്തിന് ഒരു പരിധിവരെ കുറച്ച് നാളുകളായിട്ട് ഈ ഭീകരവാദത്തിന്റെ സന്തതികളെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരും മലരും കരുതിക്കോ എന്ന് പറഞ്ഞ സന്തതികളെ കുറച്ച് നാളുകളായിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പശുവിന്റെ തല വെട്ടി ക്ഷേത്രമുറ്റത്ത് കൊണ്ടുവച്ച ഭീകരവാദികളെ നമുക്ക് കുറച്ചു നാളുകളായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പാലാ ബിഷപ്പിന്റെ അരമനയ്ക്ക് മുമ്പിൽ കത്തിയും കഠാരയും തെറിവിളിയുമായിട്ട് ചെന്നു നിന്ന പോപ്പുലർ ഫ്രണ്ടുകാരനെ ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്താ കാരണം? നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ കേരളത്തിൽ കുറച്ചു നാളുകളായിട്ട് ഈ സന്തതികളെ കാണാൻ സാധിക്കാത്തത്. പക്ഷേ വീണ്ടും പല പേരുകളിൽ പല രൂപങ്ങളിൽ അവർ വരികയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിന് ഏറെ അകലെയല്ലാത്ത നിർമ്മല കോളേജിൽ തങ്ങൾക്ക് നിസ്കരിക്കാൻ മുറി വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അത് ഒരു ചെറിയ സൂചനയല്ല നൽകുന്നത്, അപകടം പതിയിരിക്കുന്നു എന്ന വലിയ സൂചനയാണ് നൽകുന്നത്. ഈ അപകടത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള അപകടങ്ങളെ കൈകാര്യം ചെയ്ത് നമുക്ക് പോകണം. മതത്തിനെതിരെയുള്ള ഭാരതീയ ജനതാ പാർട്ടി മതത്തിൽ അഭിമാനിക്കുന്നവരാണ്, വിശ്വാസത്തെ അംഗീകരിക്കുന്നവരാണ്. അത് അള്ളാഹുവിൽ വിശ്വസിച്ചാലും, യേശുവിൽ വിശ്വസിച്ചാലും, ശ്രീകൃഷ്ണനിൽ വിശ്വസിച്ചാലും, രാമനിൽ വിശ്വസിച്ചാലും, ശിവനിൽ വിശ്വസിച്ചാലും, ബുദ്ധനിൽ വിശ്വസിച്ചാലും, ജൈനനിൽ വിശ്വസിച്ചാലും വിശ്വാസിയെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന മനോഭാവമാണ് ഭാരതീയ മനോഭാവം. ഏകം സത്വിപ്ര ബഹുധാ വദന്തി എന്നുള്ളതാണ്. ഏകം സത്വിപ്ര ബഹുധാ വദന്തി എന്നാണ്. സത്യം ഒന്നേ ഉള്ളൂ, അതിലേക്ക് വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട് എന്നാണ് പരിണിതപ്രജ്ഞരായിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് എത്രയോ ശതാബ്ദങ്ങൾക്ക് മുമ്പ് ഉച്ചരിച്ചത്, നമ്മളോട് പറഞ്ഞു തന്ന ആപ്തവാക്യം അതാണ്. ആ ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തത്വം. അതുകൊണ്ട് ഒരു മതവിശ്വാസത്തെയും നമ്മൾ എതിർക്കുന്നില്ല.
പക്ഷെ മതവിശ്വാസത്തിന്റെ പേരിൽ മനുഷ്യന്റെ സ്വതന്ത്രമായ സ്വച്ഛന്തമായിട്ടുള്ള സാഹചര്യങ്ങളെ മുഴുവൻ നശിപ്പിക്കുകയും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും ഉത്കർഷയ്ക്കും മുഴുവൻ തന്നെ നിങ്ങൾ അപകടകാരികളായിട്ട് വന്നാൽ എന്തു വില കൊടുക്കും നിങ്ങൾ നശിപ്പിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത ദേശാഭിമാനത്തിന്റെ പ്രതീകമാണ് ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെന്ന് ഈ കൂട്ടരെ ഓർമ്മിപ്പിക്കുവാൻ ഈ അവസരം നമുക്ക് വേണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനായിട്ടുള്ള നമ്മുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബി ബഹുമാ സാർ നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നേരിടുന്ന കേരളത്തിൽ നേരിടുന്ന ഒരു ഭീഷണിയാണ്. ഈ മതമൗലികവാദത്തെ തച്ചുടയ്ക്കാനും തകർക്കാനും തരിപ്പണമാക്കാനും ഇനിയും ഏറെ പണികൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഈ കേരളത്തിൽ നമ്മൾ നേരിടുന്ന മറ്റു ചില ഭീഷണികളുണ്ട്. ആ ഭീഷണികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ബീഹാറിലെ ബിജെപിക്കാർ നേരിടാത്ത ഭീഷണി നമ്മൾ കേരളത്തിലെ ബിജെപിക്കാർ നേരിടുന്നു. ഉത്തർപ്രദേശിലെ ബിജെപിക്കാർ നേരിടാത്ത ഭീഷണി നമ്മൾ കേരളത്തിലെ ബിജെപിക്കാർ നേരിടുന്നു. ഡൽഹിയിലെ ബിജെപിക്കാർ നേരിടാത്ത ഭീഷണി നമ്മൾ നേരിടുന്നു. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും നേരിടാത്ത ഭീഷണികൾ നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ബിജെപി. എന്തൊക്കെയാ? ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ചരക്കായിട്ടുള്ള കമ്മ്യൂണിസത്തിന്റെ അവശേഷിപ്പ് ഇന്നും ബാക്കി കിടക്കുന്ന ഒരു സംസ്ഥാനം ഈ കേരളമാണ്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ചരക്കിനെ നേരിടേണ്ട ഗതികേട് ബിജെപിക്കുണ്ട്, കേരളത്തിലെ ബിജെപി പ്രവർത്തകർക്കുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകാരൻ നിരവധി വരുന്ന പാർട്ടി പ്രവർത്തകരെ അരികൊല ചെയ്തതിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ബലിദാനത്തിന്റെ ചരിത്രം, ആ ചരിത്രം നമുക്കൊരിക്കലും വിസ്മരിക്കാവുന്നതല്ല. ആ ചരിത്രത്തിന്റെ സ്മരണകളും അതോടൊപ്പം തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണമാർന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കാശ്മീരിൽ നിന്നും അതോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആട്ടിയോടിച്ച ഭീകരവാദ സന്തതികൾ ഇന്നും കേരളം പോലെയുള്ള സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരിടുന്ന രണ്ടാമത്തെ ഭീഷണിയാണ്. കേരളത്തിൽ ഭീകരവാദികളുടെ എലമെന്റ്സ് ഇന്ന് അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ നേരിടുന്ന ഭീഷണി ഈ രാജ്യത്ത് വിഘടനവാദികളെ താലോലിക്കുന്ന ഒരു മീഡിയ സംവിധാനം. വിഘടനവാദമാണ് ദേശീയതയെന്നും വിഘടനവാദമാണ് സോഷ്യലിസം എന്നും വിഘടനവാദമാണ് പുരോഗമനമെന്നും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിഘടനവാദത്തിന്റെ പേരിൽ ബിരിയാണി കഴിക്കുന്ന വിഘടനവാദികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വിദേശ ടൂറുകൾ സംഘടിപ്പിക്കുന്ന നാണംകെട്ട മാനംകെട്ട കുറെ പത്രക്കാരന്മാർ ജീവിക്കുന്ന നാടും ഈ കേരളമാണ്. ആ പത്രക്കാരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് നമ്മളെ ആക്രമിച്ചു. അതിലൊക്കെ അതിജീവിച്ചിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ 20% എന്ന അജയ്യവാദ ശക്തിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ചിട്ട് മാത്രമല്ല, കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ട് മാത്രമല്ല, ഇസ്ലാമിക തീവ്രവാദികളെ തോൽപ്പിച്ചിട്ട് മാത്രമല്ല, നക്സലൈറ്റുകളെ തോൽപ്പിച്ചിട്ട് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭീകരവാദികളുടെയും താലോലിപ്പിന് വിധേയമാകുന്ന പത്രക്കാരന്മാരെയും തോൽപ്പിച്ചിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അജയ്യമായിട്ടുള്ള മുന്നേറ്റം നേടിയത്. ഇതിലൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നത്. ഓരോ ബൂത്തിലെ പ്രവർത്തകരും ഇതിനെ അഭിമുഖീകരിക്കുന്നു, ഇതിനെ അതിജീവിക്കുന്നു, ഇതിനെ നേരിടുന്നു. അങ്ങനെ നമ്മളുടെ പ്രവർത്തകർ അതുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എംപിമാരുടെ യോഗം ആദ്യം വിളിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് കേരളത്തിൽ നിന്ന് ബിജെപിക്ക് ഒരു എംപി കിട്ടിയതും ആ കേരളത്തിലെ പ്രവർത്തകരുടെ വീരബലിദാനവും അവരുടെ ത്യാഗവും സ്മരിക്കാൻ നരേന്ദ്രമോദി തയ്യാറായതുകൊണ്ട് ഞാനും നിങ്ങളും ഓരോ ബൂത്തിലും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടാണ് പാർട്ടിയുടെ പൊൻപതാക ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് എന്ന് നന്നായിട്ട് അറിയാവുന്ന ഇന്ത്യയുടെ നേതാവാണ് നരേന്ദ്ര ദാമോദർ മോദി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ നല്ല നിമിഷങ്ങളിലും അദ്ദേഹം കേരളത്തെ സ്മരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിലുള്ള ഭീഷണികൾ വളരെ വലുതാണ്. പക്ഷെ എത്ര വലിയ ഭീഷണി ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന മൂലധനമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. എന്താണ് നമുക്കുള്ള മൂലധനം? ആ മൂലധനം എന്ന് പറയുന്നത് സമർപ്പിതമായ ജീവിതമുള്ള സഹപ്രവർത്തകരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള മൂലധനം. ആ മൂലധനത്തിന്റെ മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ തെരഞ്ഞെടുപ്പ്. തെളിയിച്ച തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് ഒത്തിരിയുണ്ട്. ഇതൊക്കെ പറഞ്ഞു പോകാൻ ഇനി ഏറെ സമയവുമില്ല. ഇന്ന് നമ്മൾ ഒരു പ്രവർത്തന സജ്ജരാകേണ്ട സമയമാണ്. ഇന്ന് നമുക്ക് കേരളത്തിൽ നേടാൻ സാധിച്ചിരിക്കുന്ന വോട്ടുകൾ
വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മളുടേതായിട്ട് മാറണം. അതിനപ്പുറത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അതിനുവേണ്ടി വാർഡ് അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, മണ്ഡലം അടിസ്ഥാനത്തിലും ഒക്കെ ശക്തവും വ്യക്തവും ശാസ്ത്രീയവുമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ പ്രവർത്തകർ ജയിച്ചു വരണം. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കയ്യിൽ വെച്ചിരിക്കുന്ന സർവ്വ അധികാരങ്ങളും നാളെ നമ്മുടെ പ്രവർത്തകരുടെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുടെ പ്രവർത്തകർ കഷ്ടപ്പെടാനും, യാത്ര അനുഭവിക്കാനും, ജയിലിൽ കിടക്കാനും, പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങാനും, ലാത്തിച്ചാർജിന് വിധേയമാകാനും മാത്രമല്ല, ഇനി കേരളത്തിൽ ബിജെപിയുടെ പ്രവർത്തകർ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇരിക്കുന്ന കസേരകളിൽ ഇരിക്കാൻ കൂടി യോഗ്യരാണ് എന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്. നമ്മൾ സൃഷ്ടിക്കേണ്ട അത്തരത്തിലുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മൾ വരും ദിവസങ്ങളിലേക്ക് എടുക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണ്. ആ അവസരം വേണ്ടവണ്ണം നമ്മൾ വിനിയോഗിക്കണം. നമ്മുടെ മുഴുവൻ ശക്തിയും ശാസ്ത്രീയമായിട്ട് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ സംശയം വേണ്ട, 20% വോട്ട് കിട്ടിയ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 20,000-ൽ പരം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏകദേശം 10,000-ഓളം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാതിനിധ്യം എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് പൊതുസമൂഹത്തിൽ പൊതുജനത്തിന്റെ അധികാരം ഉപയോഗിച്ച് അവരെ സേവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമുക്ക് നടത്തേണ്ടതുണ്ട്. 2026 എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈജയന്തി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പാറുന്ന വർഷമായിട്ട് മാറ്റേണ്ടതുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇന്ന് 11 അസംബ്ലികളിൽ 1-ാം സ്ഥാനവും 9 അസംബ്ലികളിൽ 2-ാം സ്ഥാനവും ലഭിച്ചു. ചില അസംബ്ലികളിൽ 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും ലഭിക്കേണ്ട ചില അസംബ്ലികളിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ലഭിച്ചിട്ടില്ല. ബിജെപിയുടെ ശക്തി ഇതിനുശേഷം കൂടുതൽ കരുത്തുറ്റതായി മാറി. ആ കരുത്തുറ്റതായിട്ട് മാറി മുന്നോട്ട് പോയി തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ ഒരു 40-45 എംഎൽഎമാരെ കേരളത്തിൽ ജയിപ്പിക്കാൻ പറ്റുന്ന പ്രസ്ഥാനമായിട്ട് ബിജെപി മാറിയാൽ ആരാണ് കേരളം ഭരിക്കാൻ പോകുന്നത്? ബിജെപി ആ ദിശയിലേക്ക് മാറിയാൽ സംശയം വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തകർന്ന് തരിപ്പണമാകും. ഒരൊറ്റ ഉദാഹരണം എനിക്ക് കൊല്ലത്തിന്റെ ഉദാഹരണത്തെ സംബന്ധിച്ച് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആറ്റിങ്ങൽ പാർലമെന്റ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ പാർലമെന്റിന്റെ ചുമതലക്കാരനായിരുന്നു ഞാൻ. ആറ്റിങ്ങൽ പാർലമെന്റിൽ 2014 CPM-ന്റെ വോട്ട് 45%. 2014 45% വോട്ടുണ്ടായിരുന്ന CPM-ന് 2024 10 വർഷത്തിനുള്ളിൽ അവരുടെ വോട്ടിംഗ് ശതമാനം 33 താണു. അവരുടെ 45-ൽ നിന്ന് 12% വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 12% വോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.25 ലക്ഷം വോട്ട് അവന്റെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അവനിൽ നിന്നും പോയി. എങ്ങോട്ടാ? കോൺഗ്രസിന്റെ വോട്ട് ഏകദേശം 6%, 8%ആയിരുന്നത് 33%ത്തിലേക്ക് താണു. ഏകദേശം 5% കോൺഗ്രസിന്റെ വോട്ട് താണു. അങ്ങനെ CPM-ൽ നിന്ന് 13, ഇവിടെ നിന്ന് 5% താണു. ബിജെപിയുടെ വോട്ടോ 2014-ൽ ബിജെപിയുടെ വോട്ട് 11%ആയിരുന്നത് ഇന്ന് 2024 ആയപ്പോൾ ബിജെപിയുടെ വോട്ട് 32%ആയിട്ട് ഉയർന്നു. 32%. ഇതാണ് ചരിത്രം. നമ്മുടെ തൊട്ട് മുന്നിലുള്ള ഒരു ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. CPM-ന്റെയും കോൺഗ്രസിന്റെയും വോട്ട് ഗണ്യമായിട്ട് താഴേക്ക് കുപ്പുകുത്തുമ്പോൾ അതിനനുപാതികമായിട്ടും അതിനപ്പുറത്തും ശക്തിയോടുകൂടി 11%-ൽ നിന്ന് 32% എന്ന് പറയുന്ന ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം 21% വോട്ട് വർദ്ധിപ്പിക്കുന്നു. 2.25 ലക്ഷം വോട്ടാണ് വർദ്ധിക്കുന്നത്. ആ രീതിയിലേക്ക് ബിജെപി കുതിക്കുന്നു. ഇതാണ് ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകം. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടല്ല. നമ്മുടെ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഒന്നും ചേരുമ്പോൾ ഇമ്പിടി വലിയ ഒന്നാണ്. അതാണ് തെരഞ്ഞെടുപ്പ്.
ആ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമാണ് നമ്മളുടെ മുന്നിൽ പാഠമായിട്ട് പറയേണ്ടത്. ഈ പാഠം ഞാൻ സൂചിപ്പിക്കാൻ കാരണം നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും അതിനുശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ ശക്തിയോടുകൂടി ഏറ്റവും താഴെ തലത്തിൽ മാസ് ലീഡേഴ്സ്, ലോക്കൽ ലീഡേഴ്സ്, അങ്ങനെയുള്ള ലീഡേഴ്സാണ് BJPക്ക് ഉയർന്നു വരേണ്ടത്. അല്ലാതെ ഒരു സുരേഷ് ഗോപിയോ ഒരു വി മുരളീധരനോ ഒരു ശോഭാ സുരേന്ദ്രനോ ഒരു രാജീവ് ചന്ദ്രശേഖരോ അല്ല. അതിനപ്പുറത്ത് ആയിരക്കണക്കിന് പ്രവർത്തകർ സ്വന്തം സ്ഥലത്ത് സ്വന്തം വീടിന് ചുറ്റും ഒരു 300-500 പേരെ സ്വാധീനിക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ നമുക്ക് ആവശ്യമുണ്ട്. അവരുടെ വീട്, അവരുടെ അയൽക്കാർ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ കൂടെ പഠിച്ചവർ, അവരുടെ സ്നേഹിക്കുന്നവർ, അവരുടെ നാട്ടുകാർ, അവരിൽ നിന്ന് BJPക്ക് അനുകൂലമായിട്ട് 300 മുതൽ 500 വോട്ട് വരെ നേടാൻ സാധിക്കുന്ന ആയിരക്കണക്കിന് ലോക്കൽ ലീഡേഴ്സ് BJPക്ക് ആവശ്യമാണ്. ആ ലോക്കൽ ലീഡേഴ്സിനെയാണ് നമ്മൾ 2025 തെരഞ്ഞെടുപ്പോടുകൂടി സജ്ജമാക്കുന്നത്. ആ ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ BJP കേരളത്തിലെ അജയ്യമായ ശക്തിയായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് വിശ്വാസം കുറവ്? CPM-നില്ല, കോൺഗ്രസിനില്ല. അവർക്ക് അറിയാം BJPയെ തളയ്ക്കാൻ, തടുക്കാൻ, പ്രതിരോധിക്കാൻ, പ്രതിബന്ധിക്കാൻ സാധ്യമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയാം. ഇതിനൊക്കെ വേണ്ടി മെനക്കെട്ടിറങ്ങിയ ഒരുത്തൻ ഇപ്പോ രാഷ്ട്രീയ ഭിക്ഷാടനത്തിന് വേണ്ടി ഇരിക്കുക. K. മുരളീധരൻ ഉമ്മനത്തിനെ തോപ്പിക്കാൻ വേണ്ടി നേമത്ത് വന്നു, 3-ാം സ്ഥാനവും അടിച്ചുകൊണ്ടുപോയി. തൃശൂർ പോയി സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നു, 3-ാം സ്ഥാനത്ത് പോയി. ഇപ്പോൾ നെഞ്ചത്തടിയും നിലവിളിയും ഞാൻ രാഷ്ട്രീയം വിടാൻ പോകുന്നു, ഞാൻ വീട്ടിൽ കിടക്കാൻ പോകുന്നു, ഇറങ്ങാൻ പോകുന്നില്ല. ഇയാൾ ഇനി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? പോപ്പുലർ ഫണ്ടുകാരുടെയും രാജ്യദ്രോഹികളുടെയും ഇമ്മിണി പണം വാങ്ങിയിട്ട് ഈ രാജ്യത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഉദിച്ചുയരുന്ന ശക്തിയെ തടുക്കാൻ വേണ്ടി അച്ചാരം വാങ്ങി ഇറങ്ങിയ ഇതുപോലെയുള്ള നപുംസകങ്ങൾ ഈ നാടിനും ഈ രാജ്യത്തിനും അപകടമാണ് എന്ന് പറയുന്ന പുതിയൊരു കാലഘട്ടത്തിലേക്ക് കേരളം മാറുകയാണ്. പുതിയൊരു കാലഘട്ടത്തിലേക്ക് കേരളം മാറുകയാണ്. അതുകൊണ്ട് ഇനി BJPയെ തോൽപ്പിക്കാൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിക്കില്ല. ഈ രാജ്യത്തെ സചേതനമായ ജൈവികമായ ശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ സചേതനവും ജൈവികവുമായിട്ടുള്ള ശക്തി ഭാരതത്തിന്റെ ദശാബ്ദങ്ങൾ, സഹസ്രാബ്ദങ്ങൾ നീണ്ട സംസ്കാരത്തിൽ നിന്ന് ഉയർത്തേണ്ട ശക്തിയാണ്. ഈ നമ്മൾ കുടിയിരുത്തേണ്ടത്, നമ്മുടെ മനസ്സിൽ നമ്മൾ കുടിയിരുത്തേണ്ടത് ഈ നേരവും തിരിച്ചറിവുമാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചാത്തന്നൂർ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനം അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, കേരളത്തിന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2-ാം സ്ഥാനം താമര ചിഹ്നത്തിന് 2-ാം സ്ഥാനം നേടിക്കൊടുത്ത കർമ്മകുശലതയുള്ള പ്രവർത്തകരുടെ വലിയ ഒരു സംഘമാണ് ചാത്തന്നൂരിലുള്ളത്. ആ സംഘത്തിന് തന്നെ ഈ പാർട്ടിയെ ഇനി 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ലെവലേശം സംശയമില്ല. അതുകൊണ്ട് നമ്മളുടെ കരുത്ത്, നമ്മളുടെ ശക്തി നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് ആ ശക്തിയെ പരമാവധി വിനിയോഗിക്കാൻ പോകുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള പ്രവർത്തനം ആസൂത്രണം ചെയ്യാൻ ബൂത്തടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്ന നമ്മളുടെ രാഷ്ട്രീയത്തെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുക. നമ്മൾ സ്വപ്നം കാണുന്ന നമ്മളുടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇന്ന് നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്ന സമയത്ത് ഇതുപോലെ സ്വപ്നം കെട്ടിരുന്ന കുറേയേറെ ആൾക്കാരുണ്ട്. അവരിന്ന് നമ്മളോടൊപ്പം ഇല്ല. 200-ൽ പരം വരുന്ന വീരബലിദാനികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെയും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹികളുടെയും വെടിയുണ്ടയ്ക്ക് മുമ്പിലും, കഠാരയ്ക്ക് മുമ്പിലും, ബോംബിന് മുമ്പിലും വിറയ്ക്കാതെ വിയർക്കാതെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് ജീവിക്കുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ജീവാഹുതി ചെയ്ത ആ വീരബലിദാനികൾ, അവർക്കുണ്ടായിരുന്ന ഒരു സ്വപ്നം. അവർ ജീവിച്ചിരിക്കില്ലെങ്കിലും ജീവിച്ചിരിക്കുന്ന പ്രവർത്തകർ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമെന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സമയം സമാഗതമായിരിക്കുന്നു. സജീവമായി, സക്രിയമായി ഒരുമിച്ച് നമുക്ക് മുന്നേറാം. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടത്തേക്കും വലത്തേക്കും വലിച്ചു കൊണ്ടുപോകുന്ന കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ഇനി ഇടത്തേക്കുമില്ല വലത്തേക്കുമില്ല, നേരിന്റെ പാതയിലാണ് കേരളമെന്ന് പ്രഖ്യാപിക്കുന്ന പുതിയ ഒരു രാഷ്ട്രീയ യുഗത്തിന്റെ ആരംഭത്തിന് നാന്ദിയാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അഭിനന്ദന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ.
മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി കൊല്ലം ജില്ലയുടെ ആരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ വി ഓവർജിയെ ക്ഷണിച്ചുകൊള്ളു. ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ ഇൻചാർജുമായിരുന്ന ശ്രീ പെറ്റമുക്ക് സോമൻ അവർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ശ്രീ ശങ്കർ, വേദിയിലുള്ള മറ്റ് പ്രമുഖരായ നേതാക്കന്മാർ, ബഹുമാനായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ വിശദമായി സമകാലീന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ശ്രീ എസ് സുരേഷ് വളരെ വിശദമായിട്ട് തന്നെ നമ്മളോട് സംവേദിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകമാനമുണ്ടായ BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റം, ആ രാഷ്ട്രീയ മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഉജ്ജ്വല വിജയത്തെക്കുറിച്ച്, അതിലേക്ക് പോകേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് സുരേഷിയുടെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം ഈ 2016-ലെ 21-ലും ഇപ്പോൾ 24-ലും ഉണ്ടായ ആ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ എല്ലാ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പരവൂർ മുനിസിപ്പാലിറ്റിയിലും BJP അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നിലവിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെന്റേജ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനാവശ്യമായ ജനപിന്തുണ ഈ നിയമസഭാ മണ്ഡലത്തിൽ നമുക്കുണ്ട്. അതിനെ കൂടുതൽ കരുത്തോടെ, കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ആ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ അത്തരത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ കൂട്ടായ പരിശ്രമം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നാണ് ഈ പരിപാടി നമ്മൾ വിജയിച്ചതും പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ ആൾനിര ഇവിടെ ഉണ്ടായിട്ടില്ല. കാര്യം പ്രതികൂലമായ കാലാവസ്ഥയും ഒക്കെയൊക്കെ ഉണ്ട്. എന്നാൽ പോലെ ഈ പരിപാടി വിജയിപ്പിക്കുവാൻ എത്തിച്ചേർന്ന നിങ്ങളുടെ എല്ലാം പാർട്ടിക്ക് വേണ്ടി അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഭൂപടത്തിൽ ഇനി ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല, നേരെ പോവുകയാണ് BJPയെ ജയിപ്പിക്കുന്ന പാതയിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തില് പ്രവർത്തനം നടത്തുകയാണ്. ഇടതിന്റെയും വലതിന്റെയും ബൂത്തുകള് നേരെ താഴോട്ട് കൊണ്ടുപോയി BJPക്ക് അല്ലെ NDAക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്ത 2 സംഘടനാ മണ്ഡലങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ സംഘടനാ മണ്ഡലത്തിലെ ബൂത്തുകൾ മുന്നേറിയ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിയ ഏരിയ പ്രസിഡന്റുമാര്, ബൂത്തിന്റെ ചുമതലപ്പെട്ടവര്, അവരെ ക്ഷണിക്കുന്നതിന് വേണ്ടി അതാത് സംഘടനാ മണ്ഡലത്തിലെ പ്രസിഡന്റുമാരെ ക്ഷണിച്ചോളൂ. വിവരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ഈ നടന്ന പാർലമെന്റ് ഇലക്ഷനിൽ കൊല്ലം ജില്ലയിലെ 7 നിയോജക മണ്ഡലത്തിൽ 1ാം സ്ഥാനം നേടിയത് ചാത്തന്നൂർ നിയോജക മണ്ഡലമായിരുന്നു. അതിന് ഈ നിൽക്കുന്ന പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ താഴ്ന്നിട്ടുള്ള പ്രവർത്തകർ, ഏരിയ പ്രസിഡന്റുമാർ, മണ്ഡല ഭാരവാഹികൾ, ബൂത്ത് പ്രസിഡന്റുമാർ, ബൂത്ത് ജനറൽ സെക്രട്ടറിമാർ എന്നിവരുടെ അഹോരാത്രമുള്ള പ്രയത്നമാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ നമുക്ക് 1ാം സ്ഥാനം ലഭിച്ചത്. അത് വളരെയധികം അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതിന് എല്ലാവിധ നന്ദിയും എല്ലാവിധ രീതിയിൽ മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി വന്നിരിക്കുന്ന നമ്മുടെ സംസ്ഥാന സമിതി അംഗം, നിയമസഭാ മണ്ഡലം പ്രഭാരി കൂടമായ നമ്മുടെ വെറ്റമുക്ക് സോമൻ ചേട്ടനെ ഞാൻ ആദരപൂർവ്വം ഈ അഭിനന്ദന സദസ്സിന്റെ അധ്യക്ഷനായി ഞാൻ സ്വാഗതം അറിയിക്കുന്നു. ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായിരിക്കുന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറി, നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് ചേട്ടനെ ഞാൻ ഈ യോഗത്തിന്റെ മണ്ഡല കമ്മിറ്റി പേരിലും എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
അതുപോലെ തന്നെ നമ്മളെ മുഖ്യ പ്രഭാഷണത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളെ ആദരണീയ കൊല്ലം ജില്ലാ അധ്യക്ഷൻ, നമ്മുടെ എല്ലായ്പ്പോഴും നമ്മളെ കൂടെ കാണുന്ന നമ്മുടെ വി പി ഗോപകുമാർ സാർ, അദ്ദേഹത്തിനെ ഞാൻ ഈ രീതിയിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ ഉള്ള ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പ്രശാന്ത് ചേട്ടനെ ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതിനുപരി നമ്മുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയും നമ്മുടെ ചാത്തന്നൂർ മണ്ഡലത്തിന്റെ പ്രഭാരിയുമായ സുനിൽ ചേട്ടനെ ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളെ അഡ്വക്കേറ്റ് കൃഷ്ണൻ മോഹൻ സാറിനെ ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേവനെ ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. ചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി രഞ്ജിത്തിനെ ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. പരവൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശൈമാരാജനെയും ഞാൻ ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയുന്ന പ്രദീപ്ജിയെയും പരവൂർ മണ്ഡലം പ്രസിഡന്റ് ഡി പ്രദീപ്ജിയെയും ഞാൻ ഈ സമ്മേളന സ്ഥലത്തിലേക്ക് എല്ലാവിധ സ്വാഗതം പറഞ്ഞു. വളരെ ക്ഷമിക്കണം, തെറ്റുപറ്റി. നമ്മളെ ഭാഷനെ ഞാൻ ക്ഷണിച്ചില്ല, സ്വാഗതം ചെയ്യുന്നു. അതിനുപരി നമ്മളിവിടെ വന്നിരിക്കുന്ന മണ്ഡല ഭാരവാഹികൾ, ബൂത്ത് ജനറൽ സെക്രട്ടറിമാർ, ബൂത്ത് പ്രസിഡന്റുമാർ, ഏരിയ ജനറൽ സെക്രട്ടറിമാർ, ഏരിയ ഭാരവാഹികൾ, ഏരിയ ഇൻചാർജന്മാർ, പ്രഭാരിമാർ, എല്ലാവർക്കും മണ്ഡലങ്ങളുടെ പേരിലും ഈ ശാസന പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദന സഭയുടെ ഉദ്ഘാടകൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ സുരേഷ് ചേട്ടൻ, മുഖ്യ പ്രഭാഷണം എത്തിച്ചേരുന്ന നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ ബി വി ഗോപകുമാർ സാർ, ആശംസ അർപ്പിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, ഏറെ പ്രിയപ്പെട്ട ശ്രീ പ്രശാന്ത് ചേട്ടൻ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സുനിൽ ചേട്ടൻ, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള പരവൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപ്, ചാത്തന്നൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണരാജ്, പരവൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഷൈമാരാജ്, ചാത്തന്നൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ രായകുളം ചേട്ടൻ, ശ്രീ രഞ്ജിത്ത്, സംസ്ഥാന കൗൺസിലംഗമായിട്ടുള്ള ശ്രീ കൃഷ്ണ ചന്ദ്രമോഹൻ സാർ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സഹായിച്ച, പാർട്ടിയെ സഹായിച്ച മുൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ രാജേന്ദ്രൻ മാഷ്, പാർട്ടിയുടെ പഞ്ചായത്ത് ഏരിയ മറ്റ് ബൂത്തിന്റെ ചുമതലപ്പെട്ടവർ, മോർച്ചയുടെ ചുമതലപ്പെട്ടവർ, ഇന്നത്തെ ഈ അഭിനന്ദന സഭയിലാണ് ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള വോട്ടർമാർ, നമ്മുടെ മണ്ഡലത്തിനെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ വോട്ട് നേടിയ മണ്ഡലമാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ച നമ്മുടെ മുഴുവൻ പ്രവർത്തകരും
ഈ അഭിനന്ദന സഭ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ നടന്നു വരികയാണ്. കൊല്ലം ജില്ലയിലാണ് 7 നിയമസഭാ മണ്ഡലങ്ങള് കൂടിച്ചേർന്ന ലോകസഭാ മണ്ഡലം. ആ 7 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് അഡ്വക്കേറ്റ് കെ വി സാബു കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോഴാണ് 19,000 മുകളിലുള്ള വോട്ടാണ് അത് നമുക്ക് നേടാൻ സാധിച്ചത്. ഇന്ന് വിശ്വമാർജി മത്സരിക്കുമ്പോൾ ഏകദേശം 32,000 വോട്ടോളം നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ലോകസഭയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ മണ്ഡലം നിലവിലെ ചാത്തന്നൂർ നിയോജകമണ്ഡലമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമ്മുടെ മുന്നിലുള്ളത് നാളെ നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. ആ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും വളരെ ശ്രദ്ധയോട് കാണുന്ന ഒരു സംഗതിയാണ്. പാർട്ടി സംസ്ഥാനത്ത് 14 അസംബ്ലി മണ്ഡലങ്ങൾ മുന്നിലാണെന്ന് ആവർത്തിച്ച് പല പരിപാടികളും പറഞ്ഞു കഴിഞ്ഞു. ആ വിജയം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പില് നമുക്ക് മുന്നേറാൻ സാധിക്കണം. നമുക്ക് ധാരാളം മെമ്പർമാര് നിലവിലുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നിയമസഭയിലും. നിയമസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഓ രാജഗോപാൽ നമ്മുടെ നിയമസഭയിൽ ആദ്യത്തെ MLA ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവർത്തിച്ച് പറയാണ്, വീണ്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ചാത്തന്നൂരിൽ നിന്നും ഒരു MLA ഉണ്ടാകണം. അപ്പൊ അതിന് വേണ്ടത് കഠിനമായിട്ടുള്ള പ്രവർത്തനമാണ് വരാൻ പോകുന്ന സമയങ്ങളിൽ നമ്മൾ നടത്തേണ്ടത്. നിലവില നമ്മുടെ ലോകസഭയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിജയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സുരേഷ് നിലവിലുണ്ട്. സുരേഷിയുടെ പ്രസംഗങ്ങള് നമ്മുടെ ടിവിയിലും നമ്മൾ നിശ്ചയിക്കപ്പെടുന്ന പ്രത്യേക പരിപാടികളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നിലവില ഏകദേശം 5 മണിയോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കും എന്നാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ആ സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ മറ്റു മുതിർന്ന ചുമതലക്കാരൊക്കെ തന്നെ അഭിനന്ദന സഭയുമായിട്ടും നമ്മുടെ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയമായിട്ടൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മുഖ്യപ്രഭാഷണവും ആശംസയൊക്കെ തന്നെ അർപ്പിക്കാൻ ധാരാളം ചുമതലപ്പെട്ടവർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളേവരും കാതുവന്നിരിക്കുന്നത് ഒരു പ്രസംഗമാണ് നമ്മുടെ സുരേഷിയുടെ. അപ്പൊ ഞാൻ നിലവിലാണ് നമ്മുടെ സുരേഷിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ചാത്തന്നൂർ അസംബ്ലി മണ്ഡലത്തിന്റെ ഈ അഭിനന്ദന സഭയ്ക്ക് അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ കെ സോമൻ അവർ, ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീ ബി ഗോപകുമാർ അവർ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ എസ് പ്രശാന്ത്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന
പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ കൃഷ്ണരാജ്, ശ്രീ പ്രദീപ്, ജില്ലാ സെക്രട്ടറി ശ്രീ എസ് സുനിൽകുമാർ, അഡ്വക്കേറ്റ് കൃഷ്ണചന്ദ്രമോഹൻ സാർ അവർ, ശ്രീ രാജൻ പിള്ള അവർ, ശ്രീ രഞ്ജിത്ത്, ശ്രീ ഷൈമരാജ്, ബഹുമാന്യനായിട്ടുള്ള രാജേന്ദ്രൻ മാഷ്, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മൾ കേരളത്തിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും അഭിനന്ദന സഭകൾ, സമ്മേളനങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഉദ്ദേശത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ദശാബ്ദങ്ങൾ നീണ്ട കഠിനമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തലം നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിക്കൊണ്ട് കേരളത്തിൽ BJP ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് നേടിക്കഴിഞ്ഞിരിക്കുന്നത്. രാജ്യത്ത് 20% സീറ്റ് നേടുന്ന സംസ്ഥാനങ്ങളാണെങ്കിലും രാജ്യമാണെങ്കിലും അവിടെയൊക്കെ തന്നെ ആ ശക്തിക്ക്, ആ ജനാധിപത്യ ശക്തിക്ക് സീറ്റുകളും അതുപോലെ ഭരണവും കിട്ടുന്ന ചരിത്രമാണ് ഇന്ന് വരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കഴിഞ്ഞ 10-60 വർഷക്കാലമായിട്ട് ഇടതും വലതും എന്ന നിലയിൽ കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തെ മുഴുവൻ ഇടത്തേക്കും വലത്തേക്കും വലിച്ചിഴച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന